ദൃശ്യമാണ്. പണ്ട് എൻ്റെയൊക്കെ വീട്ടിൽ തൊഴുത്തിൽ ഇത്രയും പശുക്കൾ നിറഞ്ഞു നിന്നിരുന്നു. നോക്കൂ, ഇപ്പോൾ വീടിൻ്റെ ഗേറ്റിൻ്റെ അവിടെ വന്ന് നിൽക്കുകയാണ്. കൂട്ടം തെറ്റിയോ വഴി തെറ്റിയോ ഒന്നും അറിയില്ല. എന്തൊരു സുന്ദരമായ കാഴ്ച, എന്തൊരു മനോഹരമായ ദൃശ്യം. നോക്കൂ, ഇന്ന് ഇതൊന്നും എവിടെയും കാണുന്നില്ല. ഇന്ന് എവിടെയും പശുത്തൊഴുത്തില്ല, കാലിത്തൊഴുത്തില്ല. ഈ ദൃശ്യം കാണാനില്ല. ഓരോന്നോരോന്നായിട്ട് ഇതാ പോവുകയാണ്. 1, 2, 3, 4 പേരുണ്ട്. എന്തൊരു മനോഹരമായ ദൃശ്യമാണിത്. ഇത് കാണേണ്ടത് തന്നെ അല്ലേ? എൻ്റെ വീട്ടിൽ എപ്പോഴും ഒരു 3-4 പശുക്കൾ ഞങ്ങളുടെ പശുത്തൊഴുത്തിലുണ്ടാവും. ഇപ്പോൾ ഒരെണ്ണം പോലും ഇല്ലാതെ ഞാൻ തറവാട്ടിൽ ചെന്നപ്പം പശുത്തൊഴുത്തെല്ലാം ഇല്ലാതായി കിടക്കുന്നു. നോക്കൂ, ഇതെന്തൊരു മനോഹരമായ കാഴ്ചയാണ്. ഞാൻ ഇന്ന് മുറ്റത്തോട്ടിറങ്ങിയപ്പം കണ്ട കാഴ്ചയാണ്. എൻ്റെ ഗേറ്റിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. നയനാനന്ദകരമായ, കണ്ണിന് കുളിർമയേകുന്ന, ഒരു നൊസ്റ്റാൾജിയ ഫീലിംഗ് ഉണർത്തുന്ന, എന്തൊരു നൊസ്റ്റാൾജിയ എനിക്ക് അനുഭവപ്പെടുന്നതെന്നറിയാമോ? മാവും പ്ലാവും ചെടികളും എല്ലാം അതിൻ്റെ മുമ്പിൽ എൻ്റെ വീട്ടിലെ പശുത്തൊഴുത്ത് നിൽക്കുന്നു. പശുത്തൊഴുത്തിൽ ഇത്രയും പശുക്കൾ, കാളകൾ എല്ലാവരും ഉണ്ട്. ഭാര്യ ഭർത്താക്കന്മാരും മക്കളും ഒന്നിച്ച് വന്നിരിക്കുകയാണ്. എന്തൊരു മനോഹരമായ കാഴ്ച. ഇതാ പോകുന്നു, അതാ നിരനിരയായിട്ട് നിൽക്കുകയാണ്. എന്തൊരു മനോഹരമായ കാഴ്ച. 1, 2, 3, 4, 5 പേരുണ്ട് കേട്ടോ. ഇതാ 2 പേര് പോയി, 3, 4 നിൽക്കുന്നു, 5-മത്തേത് പുറകിലുണ്ട്. ഇങ്ങനെയൊരു ദൃശ്യം, ഈ അഭൂതപൂർവമായ ദൃശ്യം ഏതെങ്കിലും ഗ്രാമീണരുടെ വീട്, ഇപ്പോൾ ഗ്രാമീണമൊന്നും ഇല്ലല്ലോ, വീടുകളിൽ നിന്നും ചാടി 2 നായ്ക്കുട്ടികളും അതിൻ്റെ പിന്നാലെ ഓടുന്നു. അവരുടെ പിന്നാലെ ഇതാ പോകുന്നു. അത് വേറൊരു കാഴ്ച. എന്ത് പറയാനാ അല്ലേ? ഇങ്ങനത്തെ ഒരു കാഴ്ച സത്യത്തിൽ ഞാനൊരു 10-25 കൊല്ലം കൂടി ഇങ്ങനെ ഇവരെ എല്ലാവരെയും കൂടെ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ തറവാടിൻ്റെ ഉള്ളിലേക്ക് ഞാൻ പോയതുപോലെ തറവാട്ടിൽ ചെന്ന് മുമ്പോട്ട് നോക്കുമ്പോൾ നേരെ മുമ്പിൽ തന്നെ കാലിത്തൊഴുത്തുണ്ടായിരുന്നു. അമ്മൂമ്മ ഭസ്മവും തൊട്ട് മുറ്റത്തൊക്കെ നടക്കുന്നുണ്ടാവും. ഇന്ന് അമ്മൂമ്മയില്ല, കാലിത്തൊഴുത്തില്ല. എൻ്റെ സഹോദരന്മാരൊക്കെ ഓടിക്കളിക്കുന്നുണ്ടാവും. എൻ്റെ അമ്മയും അച്ഛനും പിന്നെ അവിടെ ഓരോരോ കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ടാകും. ഓരോ പ്രഭാതകർമ്മങ്ങൾ ചെയ്യുകയാകും. ഇങ്ങനെയുള്ള ഓരോ അനുഭവങ്ങൾ എന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ സുപ്രഭാതം കടന്നുപോയി. എന്തൊരു മനോഹരമായ കാഴ്ച. നോക്കൂ, കാണേണ്ടത് തന്നെ. നോക്കൂ.